നമസ്കാരം. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച 30 വർഷത്തെ ചരിത്രപരമായ ഗംഗാജല പങ്കുവയ്ക്കൽ കരാർ ഈ വർഷം ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ ഭാരതത്തിനെതിരെ പരസ്യമായ ഭീഷണിയുമായി ബംഗ്ലാദേശിലെ BNP സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതവുമായുള്ള സൗഹൃദത്തിന്റെ ഭാവി ഈ കരാർ പുതുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന കടുത്ത നിലപാടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന പുതിയ കരാർ അടിയന്തരമായി ഒപ്പിട്ടില്ല എങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാകുമെന്ന പരസ്യമായ മുന്നറിയിപ്പാണ് BNP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ നൽകിയത്. പുതിയ കരാർ ഒപ്പിടുന്നതുവരെ നിലവിലെ വ്യവസ്ഥകൾ തുടരണമെന്നും ജലം പങ്കുവയ്ക്കലിനായി നിശ്ചിത കാലാവധി നിശ്ചയിക്കാതെയുള്ള ശാശ്വത പരിഹാരം വേണമെന്നതുമാണ് ബംഗ്ലാദേശിന്റെ ഏകപക്ഷീയമായ ആവശ്യം. 1996 ഡിസംബർ 12-നാണ് ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ 30 വർഷത്തെ ചരിത്രപരമായ ഗംഗാജല പങ്കുവയ്ക്കൽ കരാറിൽ ഒപ്പിടുന്നത്. അന്നത്തെ ഭാരത പ്രധാനമന്ത്രി HD ദേവഗൌഡയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. കൊൽക്കത്ത തുറമുഖത്തിന്റെ നിലനിൽപ്പിനായി ഹൂഗ്ലി നദിയിലേക്ക് ഫറാക്ക ബാരേജ് വഴി ഒഴുക്കേണ്ട ജലത്തിന്റെ അളവും ബംഗ്ലാദേശിലേക്ക് ഒഴുക്കേണ്ട ജലത്തിന്റെ കൃത്യമായ അനുപാതവും ഈ കരാറിലെ വ്യവസ്ഥകളിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കരാറിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബംഗ്ലാദേശിൽ ഭരണം കൈയാളുന്ന BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സർക്കാർ ഈ വിഷയത്തെ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കടുത്ത ഭാരത വിരുദ്ധ വികാരം ഇളക്കിവിടാനുള്ള ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന സംയുക്ത ജലനദീതട മാനേജ്മെന്റ് തത്വങ്ങളെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കണമെന്ന ധാക്കയുടെ വാശി നയതന്ത്ര ലോകത്ത് വൻ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഫറാക്ക ബാരേജ് എന്നത് കേവലം ഒരു ജലസംഭരണി മാത്രമല്ല, കിഴക്കൻ ഭാരതത്തിന്റെ സാമ്പത്തിക നാഡി കൂടിയായ കൊൽക്കത്ത തുറമുഖത്തിന്റെ ജീവനാഡിയാണ്. ഹൂഗ്ലി നദിയിൽ അടിഞ്ഞുകൂടുന്ന ചെളിയും മണലും കൃത്യമായി നീക്കം ചെയ്ത് കപ്പൽ ഗതാഗതം സുഗമമാക്കണമെങ്കിൽ ഫറാക്കിൽ നിന്നുള്ള ശക്തമായ ജലപ്രവാഹം അനിവാര്യമാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ അത് രാജ്യത്തിന്റെ ആഭ്യന്തര വ്യാപാരത്തെയും പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ചയും ദോഷകരമായി ബാധിക്കും. പദ്മാ നദിയിലെ ജലക്ഷാമത്തിന് കാരണം ഭാരതത്തിന്റെ ഇടപെടലുകളല്ല, ബംഗ്ലാദേശിന്റെ ഭാഗത്ത് തന്നെയുള്ള ശാസ്ത്രീയമായ അല്ലാത്ത രീതിയിലുള്ള ജലവിനിയോഗവും നദീ സംരക്ഷണത്തിന്റെ പരാജയങ്ങളുമാണ്. സ്വന്തം ഭരണ പരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മറച്ചുവെക്കാൻ ഭാരതത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന BNPയുടെ പഴയകാല തന്ത്രം തന്നെയാണ് ഇപ്പോൾ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീറിനെ പോലുള്ള നേതാക്കൾ വീണ്ടും പുറത്തെടുക്കുന്നത്. ഈ വിഷയത്തിന് പിന്നിൽ വ്യക്തമായ ബാഹ്യശക്തികളുടെ ഇടപെടലുകളും ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളത് തള്ളിക്കളയാനാവത്തുമില്ല. ദക്ഷിണേന്ത്യയിൽ ഭാരതത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ചൈന പോലെയുള്ള ശക്തികളുടെ ഒത്താശയോടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഭാരതത്തിനെതിരെ പരസ്യമായ ഭീഷണിയുമായി രംഗത്ത് വരുന്നതെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. ഭാരതവുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ പദ്മാ നദിയിൽ മെഗാ ബാരേജ് നിർമ്മിക്കാനുള്ള ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ നീക്കത്തിന് പിന്നിൽ വൻതോതിലുള്ള ചൈനീസ് ധനസഹായവും സാങ്കേതിക പിന്തുണയും ഉണ്ടെന്നാണ് സൂചനകൾ. ഭാരതത്തിന്റെ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യത്ത് തന്ത്രപ്രധാനമായ നദീതടങ്ങളിൽ ബാഹ്യശക്തികളുടെ സാന്നിധ്യം അനുവദിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനാലാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്കും തദ്ദേശീയമായ താൽപ്പര്യങ്ങൾക്കും പരമപ്രധാനം നൽകുന്ന ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിലെ പോലെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങുന്ന ദുർബലമായ നയമല്ല സ്വീകരിക്കുന്നത്. നദീജല സുരക്ഷ എന്നത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണെന്ന ഉറച്ച ബോധ്യം ഭരണകൂടത്തിനുണ്ട്. ഡിസംബറിൽ അവസാനിക്കുന്ന കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഭാരതത്തിലെ ജനങ്ങളുടെയും കൊൽക്കത്ത തുറമുഖത്തിന്റെയും താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് രാജ്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഭാരതത്തോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മെഗാ ബാരേജുകൾ നിർമ്മിക്കാനും നയതന്ത്ര ബ്ലാക്ക് മെയിലിംഗിലൂടെ ഭാരതത്തിന്റെ ജലവിഭവങ്ങൾ കവർന്നെടുക്കാനും നോക്കിയാൽ അതിനെ ശക്തമായ പ്രതിരോധ നടപടികളിലൂടെ നേരിടാൻ ഭാരതം സജ്ജമാണ്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ രാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും ജനങ്ങളുടെ അവകാശങ്ങളെയും പണയം വെച്ചുകൊണ്ടാവില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഡൽഹി ധാക്കയ്ക്ക് നൽകുന്നത്. അനാവശ്യമായ ഭീഷണികളും രാഷ്ട്രീയ നാടകങ്ങളും അവസാനിപ്പിച്ച് നയതന്ത്ര മര്യാദകളോടെ ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഈ വിഷയത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന നിലപാടിൽ രാജ്യം ഉറച്ചു നിൽക്കുകയാണ്. ഭാരതത്തിൽ നിന്ന് ഒഴുകിയെത്തി ബംഗ്ലാദേശിൽ പദ്മ എന്നറിയപ്പെടുന്ന ഗംഗാ നദി അവിടുത്തെ വലിയൊരു പങ്ക് ജനസംഖ്യയുടെ ഉപജീവനത്തിന് പ്രാധാന്യമാണെന്നുള്ള കാര്യം ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് BNP സർക്കാർ ശ്രമിക്കുന്നത്. ബംഗാളിലെ ഫറാക്ക ബാരേജ് വഴി ഭാരതം വൻതോതിൽ വെള്ളം തിരിച്ചുവിടുന്നത് കാരണം ബംഗ്ലാദേശിൽ കടുത്ത ജലക്ഷാമവും കാർഷിക പ്രതിസന്ധിയും ഉണ്ടാകുന്നു എന്നത് ധാക്കയുടെ സ്ഥിരം ആക്ഷേപം മാത്രമാണ്.
എന്നാൽ ഭാരതത്തിന്റെ അഭിമാനമായ കൊൽക്കത്ത തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഹൂഗ്ലി നദിയിലെ ചെളി നീക്കം ചെയ്യാനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചതെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഇതാണ് പ്രധാനമാണെന്നുമുള്ള ശക്തമായ നിലപാടിലാണ് ഭാരത സർക്കാർ. ഇതിനിടെ ഉഭയകക്ഷി മര്യാദകളും അയൽപ്പക്ക ബന്ധങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭാരതത്തോട് ആലോചിക്കുക പോലും ചെയ്യാതെ പത്മ നദിയിൽ സ്വന്തമായ ഒരു മെഗാ ബാരേജ് നിർമ്മിക്കുന്നതിനുള്ള വൻ പദ്ധതിക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭാരതവുമായി യാതൊരുവിധ ചർച്ചയും നടത്തേണ്ട ആവശ്യമില്ല എന്ന ധാർഷ്ട്യമാണ് ബംഗ്ലാദേശ് ജലവിഭവ മന്ത്രി ഷാഹുദ്ദീൻ ചൗധരി അനി പ്രകടിപ്പിച്ചത്. ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ ഭാരതത്തിന്റെ പരമാധികാരത്തെയും നദീജല സുരക്ഷയും ബാധിക്കുന്ന വിഷയങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുടെ ഇത്തരം ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന് രാജ്യം വ്യക്തമാക്കുന്നു. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും തന്ത്രപ്രധാന നദീജല പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ പുതിയ BNP ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളെ രാജ്യം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകൾ കാറ്റിപ്പറത്തിക്കൊണ്ട് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കണമെന്ന ധാക്കയുടെ വ്യാമോഹം ഒരു കാലത്തും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കൊൽക്കത്ത തുറമുഖത്തിന്റെ നിലനിൽപ്പും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള കാർഷിക ആവശ്യങ്ങളും ഹൂഗ്ലി നദിയിലെ ജലലഭ്യതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫറാക്ക ബാരേജിന്റെ പ്രവർത്തനം കേവലം ഒരു ഡാം എന്നതിനപ്പുറം ഭാരതത്തിന്റെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനുള്ള തന്ത്രപ്രധാനമായ സംവിധാനം കൂടിയാണ്. അയൽ രാജ്യങ്ങളുമായി സൗഹൃദം കാംക്ഷിക്കുമ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉപജീവന മാർഗത്തിനും ഭീഷണിയാകുന്ന ഒരു നീക്കത്തിനോടും ഭാരതം പൊരുത്തപ്പെടില്ല. ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് താൽപര്യം സംരക്ഷിക്കുന്നതിനായി ഭാരത വിരുദ്ധ വികാരം ഇളക്കിവിടാനുള്ള BNP സർക്കാരിന്റെ വില കുറഞ്ഞ തന്ത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവരുടെ ഒറ്റപ്പെടലിന് കാരണമാകും. നദീജല സുരക്ഷയിൽ ഭാരതത്തിന് കൃത്യമായ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടെന്നും അതിർത്തി കടന്നുള്ള ഒളിപ്പോരുകൾക്കോ നയതന്ത്ര ബ്ലാക്ക്മെയിലുകൾക്കോ മുന്നിൽ രാജ്യം ഒരിക്കലും തലകുനിക്കില്ലെന്നും വ്യക്തമാണ്. ഭാരതത്തിന്റെ ഓരോ തുള്ളി വെള്ളവും രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണെന്ന ഉറച്ച ബോധ്യം ഭരണകൂടത്തിനുണ്ട്. ദേശീയ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അയൽ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളും അനുവദിക്കില്ലെന്ന് ദീർഘവീക്ഷണത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ദേശീയ താൽപര്യങ്ങൾ കഴിച്ചുകൊണ്ടുള്ള യാതൊരുവിധ ഒത്തുതീർപ്പിനും ഇന്നത്തെ ഭാരതം തയ്യാറല്ല. ഭാരതവുമായി ആലോചിക്കാതെ പത്മ നദിയിൽ മെഗാ ബാരേജ് നിർമ്മിക്കാനുള്ള ബംഗ്ലാദേശിന്റെ നീക്കം അന്താരാഷ്ട്ര നദീജല നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും തീരുമാനം. ഭാരതത്തിന്റെ പരമാധികാരത്തിന്മേൽ നിഴൽ വീഴ്ത്തുന്ന ഒരു കരാറിനും രാജ്യം ഒപ്പുവെക്കില്ലെന്നും ഡിസംബറിൽ കാലാവധി തീരുന്ന കരാറിൽ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും ഡൽഹി വ്യക്തമാക്കുന്നു. സൗഹൃദത്തിന് ഭാരതം എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പണയം വെച്ചുകൊണ്ടല്ല. ചൈനീസ് ധനസഹായത്തോടെയോ മറ്റ് ബാഹ്യശക്തികളുടെ പിന്തുണയോടെയോ ഭാരത അതിർത്തിയിൽ അനാവശ്യ നിർമ്മാണങ്ങൾ നടത്താനും ഭീഷണിപ്പെടുത്താനും നോക്കിയാൽ അതിനെ നയതന്ത്രപരമായും സാങ്കേതികമായും പ്രതിരോധിക്കാനുള്ള പൂർണ്ണ സജ്ജ ഭാരതത്തിനുണ്ട്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും വികസനവും മുൻനിർത്തി നദീജല നയങ്ങളിൽ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീർച്ചപ്പെടുത്തിയ തീരുമാനവും. അന്താരാഷ്ട്ര നിയമങ്ങളെയും അയൽപ്പക്ക നയതന്ത്ര മര്യാദകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ BNP ഭരണകൂടം നടത്തുന്ന ഈ രാഷ്ട്രീയ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രങ്ങൾ ഭാരതത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്നതുറപ്പാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും വികസനത്തിനും പ്രഥമ പരിഗണന നൽകുന്ന ഇന്നത്തെ ശക്തമായ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ നിഴൽ വീഴ്ത്തുന്ന ഒരു നീക്കത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ല. നദീജല സുരക്ഷയും തന്ത്രപ്രധാനമായ നയങ്ങളും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദേശീയ താൽപര്യങ്ങൾ ബലികഴിക്കുന്ന ചരിത്രം ഇനി ആവർത്തിക്കില്ല. ഒത്തുതീർപ്പിന് അപ്പുറം രാജ്യത്തിന്റെ ഓരോ തുള്ളി ജലവും വിഭവങ്ങളും ഭാരതീയന്റെ അവകാശമാണെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ അതിർത്തി കടന്നുള്ള ഏത് വെല്ലുവിളിയും ശക്തമായി നേരിടാൻ തന്നെയാണ് രാജ്യം നിലകൊള്ളുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.